ശ്രീമന്നാരായണീയം 50-ാം ദശകം. ബകാസുര നിഗ്രഹം. തരളമധകൃദ്യന്തേ വൃന്ദാവനേത മനോഹരേ പശുപശുഭിः സാകം വത്സാനുപാലനലോലുപ ഹലധര സഖോ ദേവ ശ്രീമൻ വിചേരിതധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതി. പാടിപ്പാടി സഞ്ചരിക്കുന്ന മധുപന്മാരാൽ മനോഹരമാക്കപ്പെട്ട വൃന്ദാവനികയിൽ ഗോപകുമാരന്മാരുമൊത്ത് പശുക്കിടാങ്ങളെ പാലിക്കുന്നതിൽ ഔത്സുക്യം പൂണ്ട അങ്ങ് കുഴൽ, മുരളി, ചൂരൽ എന്നിവ ധരിച്ചും നേത്രങ്ങൾക്ക് ആനന്ദമുളവാക്കുന്ന സൗന്ദര്യത്തോടുകൂടി ബലഭദ്രസഹിതനായി സഞ്ചരിച്ചു. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവന ഭവന സമ്പത് സംപൂരിതം തരുവല്ലരീ സലിലധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപദേ. ഹേ ലക്ഷ്മികാന്ത, പ്രപഞ്ച സംരക്ഷണത്തിനുതകുന്നതും രമാദേവിയുടെ കരാംബുജങ്ങളാൽ പരിപാലിക്കപ്പെടുന്നതുമായ അങ്ങയുടെ തൃക്കാലടികളിൽ പതിഞ്ഞ വൃന്ദാവനിയിലെ പുണ്യഭൂമിയിൽ മരങ്ങളും ലതകളും ജലവും ഭൂമിയും മലകളും വയലുകളും എല്ലാം തന്നെ ഐശ്വര്യത്തോടെ സമൃദ്ധമായി പ്രശോഭിച്ചു. വിലസതുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാദ സഞ്ചാരയൻ ഖലവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതി ത്രിമുദക്ഷത. തളിർത്ത തൃണങ്ങളോട് കൂടിയ കാനനത്തിലും ഇളം കാറ്റിൽ കുളിർത്തു നിൽക്കുന്ന വിശാലമായ യമുനാ തീരത്തിലും ഗോവർദ്ധനഗിരിയുടെ മുകൾ പരപ്പിലും ശ്രവണസുന്ദരമായ മുരളീനാദവുമായി പശുക്കിടാങ്ങളെ മേച്ചിരുന്ന അങ്ങ് ഒരു ദിവസം പശുക്കിടാവിൻ്റെ വേഷത്തിൽ വന്നുകൂടിയ രാക്ഷസനെ കണ്ടു. രഭസം വിചലത്പുച്ഛം വിച്ഛായതോസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമത ചരണേ ദിപ്രാമയൻ മുഹുരുച്ഛകൈ കുഹജന മഹാവൃക്ഷേ ചിക്ഷേപിതക്ഷത ജീവിതം. ഭംഗിയുള്ള വാൽ വേഗത്തിൽ ചലിപ്പിച്ച് തക്കം പാർത്തറിയാൻ വേണ്ടി ചുമൽ തിരിച്ചുകൊണ്ട് നോക്കിയിരുന്ന അവനെ തിരിച്ചറിഞ്ഞ അങ്ങ് പിൻകാലിൽ പിടിച്ച് അതിശക്തിയായി തലയ്ക്ക് ചുറ്റും വീശുകയും പ്രാണൻ പിരിഞ്ഞു പോയപ്പോൾ അരികിലുണ്ടായിരുന്ന മഹാവൃക്ഷത്തിന്മേലേക്ക് എറിയുകയും ചെയ്തു. നിപതതി മഹാദൈത്യേ ദ്യാത്യാദുരാത്മനി തൽക്ഷണം നിപതനജവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷതകാനനെ ദിവി പരിമിളദ്ദന്ത വൃന്ദാരകാകുസുമോൽക്കരേ ശിരസി ഭവതോ ഹർഷാദർശന്തി നാമ തഥാഹരേ. അല്ലയോ ഹരേ, ദുരാത്മാവായ ആ രാക്ഷസൻ ഒട്ടേറെ വൃക്ഷങ്ങളെ തകർത്ത് വനപ്രദേശമാകെ നാശമാക്കി നിലംപതിച്ചു. അപ്പോൾ ആകാശമാർഗത്തിൽ സംഘം ചേർന്ന് നിന്നിരുന്ന ദേവന്മാർ അങ്ങയുടെ ശിരസിൽ പൂക്കൾ വർഷിച്ചു. സുരഭിലതമാമൂർധന്യൂർധം കുതകുസുമാവലി നിപതതി തവേത്യുക്തോ ബാലൈ സഹേലമുദൈരയ ചടിതി ജനിജക്ഷേപേണോർത്ഥം ഗതസ്തരുമണ്ഡലാൽ കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. ഇത്രയും സുരഭിലങ്ങളായ പുഷ്പങ്ങൾ മുകളിൽ എവിടെ നിന്നാണ് വീഴുന്നതെന്ന് ബാലകർ ചോദിച്ചപ്പോൾ
രാക്ഷസനെ വലിച്ചെറിഞ്ഞപ്പോൾ ആ ശക്തി മൂലം വൃക്ഷങ്ങളിൽ നിന്നും മുകളിലേക്ക് പറന്നുപോയ പുഷ്പങ്ങൾ താഴെ വീഴുന്നതാണെന്നും അവ തൻ്റെ ശിരസിലും പതിക്കുകയാണെന്നും അങ്ങ് കളിവാക്ക് പറഞ്ഞു. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാ പാഥ പാദം ഗതാ ഭവദാദയ ചലിതഗിരിതം പ്രക്ഷാ മാസോർഭകം ഖലു വിസ്മൃതം ക്ഷിതിധരഗിരുച്ഛേദേ കൈലാസശൈലമിവാപരം. വീണ്ടും ഒരു സംഭവം കൂടി ഉണ്ടായി. ഒരു നാൾ വെയിൽ കൊണ്ട് തളർന്നപ്പോൾ യമുനയിൽ ജലം കുടിക്കാൻ അങ്ങും ചങ്ങാതികളും പുറപ്പെട്ടു. അപ്പോൾ അവിടെ മലകളുടെ ചിറക് മുറിക്കുമ്പോൾ മറന്നുപോയ മറ്റൊരു കൈലാസപർവ്വതത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ചിറകുകൾ ഇളക്കി സ്ഥിതി ചെയ്തിരുന്ന ഒരു ബഗത്തെ കാണാനിടയായി. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുത സകിലൻ നിഖിലന്നഗ്നി പ്രഖ്യം പുനർദ്രുതമുദ്വമൻ ദലയിതുമകാൽ ത്രോട്യാ കോട്യാ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചു പ്രഗൃഹ്യദാരതം. ഗോപബാലകർ ജലം കുടിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ബഗം ഏകാകിയായ അങ്ങയെ എതിർത്ത് വിഴുങ്ങുകയും വയറ്റിൽ കിടന്ന് അഗ്നിജ്വാല പോലെ തപിക്കാൻ തുടങ്ങിയപ്പോൾ ഛർദ്ദിക്കുകയും ചെയ്തു. വീണ്ടും കൊക്കുകൊണ്ട് കൊത്തിപ്പിളരാൻ പാഞ്ഞെടുത്ത ആ ബഗത്തെ ദുഷ്ടനിഗ്രഹനായ അങ്ങ് കൊക്കുകളിൽ പിടിച്ച് രണ്ടായി പിളർന്നു. സപതി സഹജാൻ സന്ദ്രഷ്ടും വാമൃതാം ഖലു പൂതന മനുജമഖമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാൽ ഗൃഹമയ്യത. മൃതയായ സ്വസഹോദരി പൂതനയെ സന്ദർശിക്കാനോ ആദ്യം ചെന്ന് സഹോദരനായ അഘാസുരനെ പ്രതീക്ഷിച്ചിരിക്കാനോ വേണ്ടി ബകാസുരൻ യമലോകത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുമ്പോൾ സന്തുഷ്ടരായ ദേവഗണം അങ്ങയുടെ ശിരസിൽ പൂക്കൾ വർഷിച്ചു. അങ്ങനെ അങ്ങ് വൃന്ദാവനത്തിൽ നിന്നും ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ലളിതമുരളീനാദം ദുരാന്യശമ്യവധൂജനേ സ്ത്വരിതമുപഗമ്യ രാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദസമീരണമന്ദിര പ്രതിതവസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. കാറ്റിൻ്റെ ഭവനം എന്ന നാമത്താൽ അറിയപ്പെടുന്ന സങ്കേതത്തിൽ നിവസിക്കുന്ന ശ്രീകൃഷ്ണ, അങ്ങയുടെ മധുരമായ മുരളീനാദം അകലെ നിന്ന് തന്നെ കേട്ട ഗോപവനിതകൾ ആനന്ദഭരിതരായി ഓടി വരികയും അങ്ങയെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്തു. അതേ രൂപത്തിൽ മാതാപിതാക്കൾക്കും ആനന്ദം ജനിപ്പിച്ച് അങ്ങ് എൻ്റെ രോഗങ്ങളെ ദൂരീകരിക്കണമേ. ശ്രീഹരേ നമഃ.